ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു ആദർശും കൂടി സേവിയറിന്റെ സഹായത്തോടെ നാഗേന്ദ്രന്റെ രേഖാചിത്രങ്ങളൊക്കെ വരച്ച് ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ ആരാണെന്നുള്ള സത്യങ്ങളും കണ്ടുപിടിച്ചതിന് ശേഷം മുത്തശ്ശനെ ചെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ തറവാടിനെ നമ്മളെയൊക്കെ തകർക്കാൻ നോക്കുന്നതും നമ്മളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റാരുമല്ല നാഗേന്ദ്രൻ തന്നെയാണെന്നുള്ള സത്യങ്ങളൊക്കെ എല്ലാവർക്കും മുമ്പിൽ തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും കൂടിക്കാഴ്ച വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഡീലിൽ ജയിച്ച സന്തോഷത്തിൽ നന്ദുവിനൊരു പ്രത്യേക പാർട്ടിയൊക്കെ അനി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അനിക്ക് പകരം പാർട്ടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായിരുന്നത് നവീനാണ്. നവീൻ അനിയെ കാണാതിരിക്കാൻ വേണ്ടി അനി ലിഫ്റ്റിൽ കയറി ഒളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ലിഫ്റ്റിൽ കുടുങ്ങി പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പകരം അനി ഓർഡർ ചെയ്ത ഫുഡെല്ലാം കൂടി നന്ദും നവീനുമാണ് കഴിച്ചു തീർത്തത്. അനിയെ കാണാൻ പറ്റാഞ്ഞതിലും അനിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതെയൊക്കെ ആകുമ്പോഴേക്കും നന്ദു നല്ല നിരാശയോടെ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും. വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം അനി നന്ദുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. നവീൻ ആ സമയത്ത് അവിടെ വന്നുകൊണ്ട് അവൻ കാണാതിരിക്കാൻ വേണ്ടി ലിഫ്റ്റിൽ കയറി ഒളിച്ചു നിന്നപ്പോൾ ലിഫ്റ്റ് കുടുങ്ങിപ്പോയതാണെന്നും അവിടുന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്നും പറയുകയാണ് കേട്ടോ അനി അങ്ങോട്ടേക്ക് മനഃപൂർവ്വം വരാതിരുന്നല്ലെന്നും നവീനെ കണ്ടുകൊണ്ട് ലിഫ്റ്റിൽ കയറി ഒളിച്ചതുകൊണ്ടുമാണ് അവർ പ്ലാൻ ചെയ്ത കൂടിക്കാഴ്ച തടസ്സപ്പെട്ടതെന്നൊക്കെ നന്ദു മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആനിക്ക് നന്ദുവിനെ കാണാതെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്നും പറഞ്ഞ് അനി നന്ദുവിനെ കാണാനായിട്ട് നന്ദാവനത്തിലേക്ക് തന്നെ വരികയാണ്. അനി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ ഓർത്ത് നന്ദു ഭയന്നിരിക്കുന്നുണ്ട്. അവസാനം അനി അവിടെ എത്തിയതിനു ശേഷം നന്ദുവിനെ വിളിക്കുമ്പോഴേക്കും നന്ദു പുറകുവശത്തെ ഡോറ് തുറന്ന് അനിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും ഇതുപോലെ കൂടണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് പ്ലാൻ ചെയ്യുന്നു. അന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വന്നിട്ട് അവരുടെ കൂടിക്കാഴ്ചയെല്ലാം നടക്കാതെ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുകയും ഒരുപാട് പരിഭവങ്ങളും പരാതികളും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ഇടയ്ക്ക് അനി നവീൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് നന്ദു സംസാരിക്കുന്നത്. കാരണം ഇവർ തനിച്ചൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്ന സമയത്തെല്ലാം ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് അറിയാതെയാണെങ്കിലും നവീൻ ആ സമയത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നടന്ന സംഭവം നന്ദുവിന് നല്ല വിഷമമായിട്ടുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നവീനേട്ടൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അനി എപ്പോൾ പാർട്ടി വെച്ചാലും അതൊക്കെ കൂടാൻ നവീനേട്ടൻ ആ ഭാഗ്യമുള്ളതെന്ന്. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, എനിക്കത് മനസ്സിലായില്ല എന്നൊക്കെ നന്ദു പറയുക കേട്ടോ. അപ്പോൾ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നവീൻ എന്താ ഉദ്ദേശിച്ചതെന്നും അവൻ എന്താ പറഞ്ഞെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന്. അതിനുശേഷം നമ്മുടെ അനിക്ക് നന്ദുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. എന്നാൽ നന്ദു അതിനൊന്നും തന്നെ സമ്മതിക്കുന്നുമില്ല. അമ്മയും അച്ഛനൊക്കെ ചെറിയ ശബ്ദം കേട്ടാലും എഴുന്നേക്കും, അതുകൊണ്ട് നീ പെട്ടെന്ന് ഇവിടുന്ന് പോവാ നീ എന്നൊക്കെ പറഞ്ഞ് അനിയെ ഓടിച്ചു വിടാനായിട്ടുള്ള ധൃതിയിലാണ് നന്ദു. എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എങ്ങനെ ഞാൻ വെറും കൈയോടെ പോകും എന്നൊക്കെ പറഞ്ഞ് അനി നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നതും. എന്തായാലും പാർട്ടി അറേഞ്ച് ചെയ്ത് കുളവായി പോയെങ്കിലും നന്ദുവിനെ ഒന്ന് കാണാനും അവൾക്കൊരു ഉമ്മ കൊടുക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിലാണ് അനിയും. നന്ദുവും അതിലേറെ സന്തോഷത്തിലാണ്. ഇത്രയും റിസ്ക് എടുത്തിട്ടല്ലേ അവൻ എന്നെ ഇങ്ങോട്ടേക്ക് കാണാൻ വന്നതെന്നൊക്കെ ഓർത്തോണ്ട് തന്നെ നന്ദുവും നല്ല സന്തോഷത്തിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ നവീന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ എപ്പോൾ പാർട്ടി അറേഞ്ച് ചെയ്താലും ആ പാർട്ടിയിലൊക്കെ നന്ദുവിൻ്റെ കൂടെ പങ്കെടുക്കാൻ എനിക്കാണ് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം എൻ്റെ കൂടെയാണ്. നന്ദു എൻ്റെ പെണ്ണാ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അവളെ ഞാൻ തന്നെ കേട്ടും മറ്റൊരുത്തരും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെയാണ് നവീന മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ നയനയും ആദർശും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദർശ് നയനോട് പറയുന്നുണ്ട്, എന്നെ സേവിയർ വിളിച്ചായിരുന്നു. അന്ന് നന്ദു ആ ഹോട്ടലിൽ റെയ്ഡ് ചെയ്ത സമയത്ത് ഹോട്ടലിൻ്റെ പിൻവശത്തുകൂടി ഒരാൾ ഓടി മറിഞ്ഞില്ലേ, അന്ന് അയാൾ കൂളിംഗ് ഗ്ലാസും അതുപോലെ മാസ്കും ഒക്കെ ധരിച്ചിരുന്നുകൊണ്ട് അയാളുടെ ഫേസ് ശരിക്കും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ സേവിയറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ സേവിയർ പറഞ്ഞായിരുന്നു അയാളുടെ മുഖം നമുക്ക് വ്യക്തമാക്കി എടുക്കാൻ കഴിയുമെന്ന്. നാളെ രാവിലെ സേവിയർ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരു രേഖാചിത്രം സേവിയർ വരച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആദർശ് പറയുക കേട്ടോ. അപ്പം നയനയും നാളെ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആദർശ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ആദർശേട്ടനെ കൂട്ടാതെ വരണമെന്നാണല്ലോ മുത്തശ്ശൻ മെസ്സേജ് അയച്ചേക്കുന്നത്. എലിസബത്തിനെ കൂട്ടിയാലും കുഴപ്പമില്ലാന്ന്. ആദർശ് ഈ വിവരം അറിയാൻ പാടില്ലെന്ന് മുത്തശ്ശൻ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആദർശേട്ടനെ ഒഴിവാക്കി എലിസബത്തിനെ കൂട്ടി കുടുംബക്ഷേത്രത്തിൽ പോകാനാണ് നമ്മുടെ നയന പ്ലാൻ ചെയ്തിരുന്നത്. എന്തായാലും അതിന് പറ്റിയൊരു അവസരമായിട്ട് തന്നെ കണ്ടിട്ട് നയന പറയുന്നുണ്ട്, ആദർശേട്ട നാളെ രാവിലെ ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയാലെന്ന് ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കുടുംബക്ഷേത്രത്തിൽ 2-3 പ്രാവശ്യമല്ലേ പോയിട്ടുള്ളൂ. എന്തോ ആ കുടുംബക്ഷേത്രത്തിൽ പോകാൻ എനിക്ക് വല്ലാണ്ട് ആഗ്രഹം തോന്നുന്നു എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ നയനെ, അങ്ങനെ നിനക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ സേവിയറിനോട് നാളെ എത്താൻ കുറച്ച് വൈകുമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞേക്കായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ. ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് തന്നെയല്ലല്ലോ, എലിസബത്ത് ആൻറ്റിയും കൂട്ടിയിട്ടല്ലേ പോകുന്നത്. ആദർശേട്ടൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വയ്ക്കോ. എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എലിസബത്ത് ആൻറ്റിയും കൂട്ടിയിട്ടല്ലേ പോകുന്നത്.
പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലല്ലേ, അവിടെ വെച്ച് മുത്തശ്ശനെ കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്നൊക്കെ നയനെ ഇങ്ങനെ എറിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മയും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അന്ന് നീ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ തലച്ചുറ്റിലുണ്ടായി വീണില്ലേ, അന്ന് അമ്മയും മുത്തശ്ശിയൊക്കെ എന്നെയാ ഒരുപാട് ചീത്ത പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞെന്ന് പറയുകയാണ് ആദർശ്. അപ്പോൾ നയനെ പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഞാൻ പൊയ്ക്കോളാം, എലിസബത്ത് ആൻറ്റിയും കൂട്ടി പൊയ്ക്കോളാന്നേ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അന്ന് തന്നെ പോയതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്. ഇപ്പം എൻ്റെ കൂടെ ആളുണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശിന്റെ കയ്യിൽ നിന്ന് സമ്മതമൊക്കെ മേടിക്കുകയാണ് നയന. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നയനെ കുളിച്ച് റെഡിയായി കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനൊക്കെ റെഡിയാവുകയാണ് കേട്ടോ. അതേസമയത്ത് തന്നെ സേവിയറെ കാണാനായിട്ട് ആദർശം റെഡിയാവുന്നുണ്ട്. അങ്ങനെ എലിസബത്തിനെയും കൂട്ടി നയന കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ആദർശാണെങ്കിലും ഭയങ്കര ആകാംക്ഷയോടെ തന്നെ സേവിയറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കാരണം സേവിയർ ഒരു രേഖാചിത്രം വരച്ച് വെച്ചിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അന്ന് ഹോട്ടലിൽ റെയ്ഡ് നടന്ന സമയത്ത് മാസ്കും കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ച് അയാൾ ഹോട്ടലിന്റെ പിൻവശത്തുകൂടി ഓടി മറിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും നല്ല സംശയം ഉണ്ടായിരുന്നു. ഇനി ഇവർ അന്വേഷിക്കുന്ന ആ ഒരു കിങ് കോബ്ര അയാളാണോ എന്ന് ആദർശന് നല്ല സംശയമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഒരു രേഖാചിത്രം വരയ്ക്കാനായിട്ട് സേവിയറിനോട് ആവശ്യപ്പെടുന്നതും. എന്തായാലും ഇപ്പോൾ AI സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂളിംഗ് ഗ്ലാസ് മാസ്കും ഒക്കെ റിമൂവ് ചെയ്ത് അയാളുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന തരത്തിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ. സേവിയറും AI സംവിധാനവും പല ആപ്പുകളും യൂസ് ചെയ്ത് നാഗേന്ദ്രന്റെ ശരിക്കുമുള്ളൊരു രൂപം തന്നെ രേഖാചിത്രമായി വരച്ചെടുക്കുകയാണ്. ഭയങ്കര ആകാംക്ഷയോടെ തന്നെ ആദർശ് സേവിയറിനോടും പറയുന്നുണ്ട്, എവിടെയാ രേഖാചിത്രം, അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ രേഖാചിത്രം ചോദിക്കുമ്പോഴേക്കും സേവിയർ അതെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ നാഗേന്ദ്രന്റെ മുഖം നല്ല വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ടെങ്കിലും ആദർശൻ അത് കണ്ടിട്ടും ആരാണെന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടില്ല. നാഗേന്ദ്രനെ കണ്ടുള്ള പരിചയമൊന്നും ആദർശനില്ല. വളരെ ചെറുപ്പത്തിലെ തന്നെ ജ്വല്ലറിലെ തിരുമറികളൊക്കെ കാണിച്ചതിന്റെ പേരിൽ മുത്തച്ഛൻ അയാളെ അടിച്ചിറക്കി വിട്ടതല്ലേ, ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് അയാൾ നാട് വിട്ടു പോയതല്ലേ. അതുകൊണ്ട് തന്നെ ആദർശന് അതാരാണെന്ന് വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും ആദർശ് പറയുന്നുണ്ട്, എവിടെ വെച്ചോ എപ്പോഴും ഞാൻ ഇയാളെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആദർശ് പറയുമ്പോഴേക്കും സേവിയർ പറയുന്നുണ്ട്, ആദർശേട്ടാ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന ഈ കിങ് കോബ്ര ഇയാൾ തന്നെയാണോന്നാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, AM ജ്വല്ലറിയുമായി എന്തോ ഒരു ബന്ധമുള്ള ആൾ തന്നെയാ. കാരണം ആ ഹോട്ടലിൽ താമസിക്കുന്നവരെല്ലാം AM ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രമല്ലേ. അപ്പോൾ ഇയാൾക്കും എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം ആദർശേട്ടാ. അതുകൊണ്ടാണ് അന്ന് ആ റെയ്ഡ് നടന്ന സമയത്ത് ഇയാൾ പിൻവശത്തെ വാതിലിൽ കൂടി ഓടി രക്ഷപ്പെടാൻ നോക്കിയത്. എന്തായാലും അയാളുടെ രേഖാചിത്രം നമുക്ക് കിട്ടി. ഇനി നമ്മുടെ കയ്യിലുള്ള തെളിവ് ഇതാണ്. ഇത് വെച്ചിട്ട് വേണം അയാൾ ആരെന്നൊക്കെയുള്ളത് നമുക്ക് അന്വേഷിക്കാൻ എന്നൊക്കെ സേവിയറും പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഈ രേഖാചിത്രം വെച്ച് ഇയാളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യണം. പിന്നെ നന്ദുവിൻ്റെ കയ്യിലും ഒരു കോപ്പി കൊടുക്കാം. നന്ദുവിൻ്റെതായ രീതിയിൽ അന്വേഷിക്കട്ടെ. ഞാനും എനിക്ക് പറ്റുന്ന പോലെ ഇയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ നോക്കാം. ഇയാളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയ AM ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചുരുളെഴുത്ത രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ 2-3 കോപ്പി എടുത്ത് വെച്ചേരെ, ചിലപ്പോൾ ആവശ്യം വന്നാലെന്നൊക്കെ ആദർശ് സേവിയറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സേവിയറും പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ആദർശേട്ടാ, 2-3 കോപ്പി ആക്കണ്ട, എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. വേണമെങ്കിൽ ഇതിൻ്റെ കളർ ഫോട്ടോയും നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ സേവിയർ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നീ ആ കളർ ഫോട്ടോ ഉണ്ടാക്കിയരേ, എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആദർശ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സേവിയർ വരച്ച ആ രേഖാചിത്രം ആദർശിൻ്റെയും അതുപോലെ നന്ദുവിൻ്റെയും ഫോണിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നന്ദുവിനെ വിളിച്ചിട്ട് ആദർശ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ, എന്നെ കൊണ്ട് പറ്റും പോലെ ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്യാൻ നോക്കാം. എത്രയും പെട്ടെന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കണ്ടെത്തിയാൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് നന്ദു പറയുന്നുണ്ട്. ആദർശം പറയുന്നുണ്ട്, അതേ മോളെ, നിന്നെ കൊണ്ട് പറ്റും പോലെ നീയും ശ്രമിച്ചോ, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും നോക്കിക്കോളാം. എന്തായാലും അനിയോട് ഞാൻ ഗസ്റ്റ് ഹൗസിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അനിയോടും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അച്ഛനോടും ഇളയച്ചനോടൊക്കെ ഇയാൾ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറയണം എന്നൊക്കെ പറയുകയാണ് ആദർശം. അങ്ങനെ അനിയെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ആദർശ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നന്ദു വന്ന ആ ഹോട്ടലിൽ റെയ്ഡ് ചെയ്ത സമയത്ത് ഹോട്ടലിന് പിൻവശത്തു കൂടി ഒരാൾ കൂളിംഗ് ഗ്ലാസും മാസ്കും ഒക്കെ വെച്ച് ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നോ? ആ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ സേവിയറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആളുടെ രേഖാചിത്രം സേവിയർ വരച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ രേഖാചിത്രം കണ്ടു. പക്ഷേ എനിക്ക് അതിലുള്ള ആളെ ഇങ്ങോട്ടൊക്കെ വ്യക്തമായിട്ട് പിടികിട്ടുന്നില്ല. എവിടെ വെച്ചോ അയാളെ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നൊക്കെ പറയുകയാണ് ആദർശ്. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തിയാ ആദർശേട്ടാ, അതൊന്ന് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അനിയും. അങ്ങനെ ആദർശ അനിക്കും കൂടി ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അനിക്കും അത് കണ്ടിട്ട് അത് ആരാന്ന് മനസ്സിലാവുന്നൊന്നുമില്ല. അനി പറയുന്നുണ്ട്, നന്ദുവിന് ഈ ഫോട്ടോ അയച്ചു കൊടുക്കാൻ മേലായിരുന്നു ആദർശേട്ടാ. നന്ദു വിചാരിച്ചാൽ ചിലപ്പോൾ ഇയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നേരത്തെ അവൾക്ക് അയച്ചു കൊടുത്തു. അവളെ കൊണ്ട് പറ്റുന്ന പോലെ ഇതാരാണെന്നും ഇയാളുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, AM ജ്വല്ലറിയുമായി ബന്ധമുള്ള ആരും ഒരാൾ തന്നെയാണ് ഇയാൾ.
ഇയാൾ ആരാന്നും ഇയാൾ എന്തിനാണ് അന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയെന്നൊക്കെയുള്ളത് കണ്ടുപിടിച്ചാൽ തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമെന്ന എല്ലാവരുടെയും പ്രതീക്ഷ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അല്ല ആദർശേട്ടാ, ഈ ഒരു രേഖാചിത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനാകും? ഇയാളെ ഇതിനു മുമ്പെങ്ങും നമ്മളിവിടെ കണ്ടിട്ടില്ല. ഇയാളുമായിട്ട് പരിചയമുള്ള ആരെങ്കിലും കാണുമോ? ഇയാളെ അറിയാവുന്ന ആരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. നിന്റെ ഫോണിലേക്ക് ഞാൻ ഈ ഒരു ചിത്രം അയച്ചിട്ടുണ്ട്. നീ തറവാട്ടിൽ ചെന്ന് ഈ രേഖാചിത്രം മുത്തശ്ശനെയും അതുപോലെ അച്ഛനെയും ഇളയച്ചനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ചോദിക്കണം, ഇയാളെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ എന്നൊക്കെ ഉള്ളത്. മുത്തശ്ശൻ ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളല്ലേ. ചിലപ്പോൾ മുത്തശ്ശന് ഇയാളെ അറിയാമെങ്കിലോ? ചിലപ്പോൾ ഈ രേഖാചിത്രം കാണുമ്പോൾ മുത്തശ്ശന് എന്തെങ്കിലും ഐഡിയ തോന്നിയാലോ? ചിലപ്പോൾ നമ്മളൊക്കെ അന്വേഷിക്കുന്ന കിങ് കോബ്ര ഇയാളാണോന്നും എനിക്ക് സംശയമുണ്ടെന്നൊക്കെ ആദർശ് പറയുമ്പോഴേക്കും അപ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം ആദർശേട്ടൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നേരാകാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ തറവാട്ടിലേക്ക് ചെല്ലാം. എന്നിട്ട് മുത്തശ്ശനെയും അച്ഛനെയും വല്യച്ഛനെയൊക്കെ ഈ രേഖാചിത്രം കാണിച്ചിട്ട് ഇയാളെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടെന്നൊക്കെയുള്ളത് ഞാൻ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അനി എവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ തറവാട്ടിൽ ചെന്നതിന് ശേഷം നേരെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് തന്നെ ചെല്ലുകയാണ് അനി. എന്നിട്ട് മുത്തശ്ശനോടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അനി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് നന്ദു കള്ളക്കടത്ത് സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് ഒരു ഹോട്ടലിൽ റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ ഹോട്ടലിൽ താമസിക്കുന്നവരെല്ലാവരും തന്നെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അന്ന് ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഹോട്ടലിന്റെ പിൻവശത്തെ വാതിൽ വഴി ഒരാൾ രക്ഷപ്പെട്ടു പോയായിരുന്നു. അന്ന് അയാളെ പിടികൂടാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ അവിടെ CCTV ഉള്ളതുകൊണ്ട് ആ ഫൂട്ടേജ് ഒക്കെ അവർക്ക് കിട്ടി. പക്ഷെ അതിൽ അയാൾ കൂളിംഗ് ഗ്ലാസും മാസ്കും ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അയാൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. ആദർശേട്ടനും നന്ദുവും സേവ്യറിന്റെ സഹായത്തോടെ അയാളുടെ ഒരു രേഖാചിത്രം വരച്ചിട്ടുണ്ട്. ഈ രേഖാചിത്രത്തിലുള്ള ആളെ മുത്തശ്ശനെ നേരത്തെ അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ അനി. എവിടെയാ രേഖാചിത്രം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ അനിയുടെ കയ്യിൽ നിന്ന് ആ ഫോം മേടിച്ച് നോക്കുമ്പോഴേക്കും മുത്തശ്ശന് ശരിക്കും ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം മുത്തശ്ശന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അതാ നാഗേന്ദ്രനാണെന്ന്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് നാഗേന്ദ്രനല്ലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവനെ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാണല്ലോ. പിന്നെ ഇവന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. ഇപ്പം ഇവൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു? ഇത്രയും നാളും ഇവന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. പിന്നെ ഇവനിപ്പം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, മുത്തശ്ശ, ഇയാളും ആ ജ്വല്ലറിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞു. കാരണം ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രമാണ് ആ ഹോട്ടലിൽ താമസിക്കുന്നത്. അപ്പോൾ ഇയാളും ആ ജ്വല്ലറിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് മുത്തശ്ശൻ തന്നെ പറയുക കേട്ടോ. അപ്പം മുത്തശ്ശൻ തന്നെ അനിയോട് നാഗേന്ദ്രന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. നാഗേന്ദ്രൻ പണ്ട് ഇതുപോലെ ജ്വല്ലറിയിലെ തിരിമറികളൊക്കെ കാണിച്ചതിൻ്റെ പേരിൽ മുത്തശ്ശൻ തന്നെ അയാളെ ജ്വല്ലറിയിൽ നിന്നും അതുപോലെ തറവാട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കി വിട്ടതാണെന്നും ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് അവൻ നാട് വിട്ടു പോയതാണെന്നും ഒക്കെ പറയുകയാണ് മുത്തശ്ശൻ. അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതിന് പിന്നിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്നൊക്കെ ഉള്ളത് മുത്തശ്ശൻ പറയുമ്പോഴേക്കും തന്നെ അനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അനി എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങളെല്ലാം വിളിച്ച് ആദർശനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശനും നന്ദുവിനും ഒക്കെ ഇത് നാഗേന്ദ്രനാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടണമല്ലോ. കാരണം ജ്വല്ലറിയുമായിട്ട് ഇയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മാത്രമേ ഇവർക്ക് ഇത് മനസ്സിലായിട്ടുള്ളൂ. ശരിക്കും ജ്വല്ലറിയുടെ MD ആണ് നാഗേന്ദ്രൻ എന്നുള്ള വിവരങ്ങളൊന്നും ഇവരിതുവരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ആദർശ് നന്ദവും കൂടെ അനിയോട് പറയുന്നുണ്ട്, ഇയാൾ ആരാന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായി. ഇനി ഇയാളും ആ ജ്വല്ലറിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതുവരെ ഇയാൾ നമ്മൾ തിരിച്ചറിഞ്ഞെന്നുള്ള കാര്യം മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തറവാട്ടിലുള്ള മറ്റാരും തന്നെ ഇത് അറിയണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആദർശം നന്ദുവും ഒക്കെ അവന്തികയും അബിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് അബിയും അവന്തികയും ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്ന നന്ദു രഹസ്യമായി തന്നെ അവരെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. ആ ഹോട്ടലിൽ താമസിച്ചിരിക്കുന്ന നാഗേന്ദ്രനുമായിട്ട് അവന്തികയ്ക്കും അതുപോലെ അബിക്കും ഒക്കെ ബന്ധമുണ്ടെന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. ഇതിനിടയിൽ നവ്യയെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ആദർശനെ നന്ദുവിനെയൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഡേവിഡ് അല്ലെന്നും കിങ് കോബ്ര എന്ന പേരുള്ള ആളാണെന്നും ഒക്കെ നവ്യ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കൂട്ടിക്കിഴിച്ച് നോക്കുന്ന സമയത്ത് നാഗേന്ദ്രനാണ് ജ്വല്ലറിയുടെ MD എന്നുള്ള വിവരം ആദർശ് മനസ്സിലാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് നാഗേന്ദ്രനെ കൊടുക്കാനായി ഇവർ പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയും അബിയും ഡേവിഡും നാഗേന്ദ്രനും ഒക്കെ ആദർശം നന്ദുവും വിളിച്ച വലയിൽ വീഴുകയും സത്യങ്ങളൊക്കെ പുറത്താവുകയും ചെയ്യുന്നുണ്ട്. ജ്വല്ലറി എന്ന സാമ്രാജ്യം നാഗേന്ദ്രൻ കെട്ടിപ്പടുത്തത് കള്ളവും ചതിയിലൂടെയാണെന്നും അവിടെ വിറ്റഴിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കള്ളക്കടത്ത് സ്വർണം വഴി ഉണ്ടാക്കുന്ന ആഭരണങ്ങളാണെന്നും ഡയമണ്ട് ആഭരണങ്ങളിൽ കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് ഉണ്ടെന്നും ഒക്കെ നന്ദു കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബിയുടെയും ഡേവിഡിന്റെയും നാഗേന്ദ്രയുടെയൊക്കെ ഓരോ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയാണ് നന്ദുവും ആദർശും. ഒടുവിൽ അബിയിൽ നിന്നും ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണം വന്നതിന്റെ രേഖകളെല്ലാം നവ്യ കണ്ടെടുക്കുകയും അത് ആദർശനും അതുപോലെ നന്ദുവിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി ജ്വല്ലറി എന്ന സാമ്രാജ്യം തന്നെ തകർന്ന് തരിപ്പണമാവുകയാണ് കേട്ടോ. നന്ദുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജ്വല്ലറിയിൽ കയറി പരിശോധനകൾ നടത്തുകയും കിട്ടിയ വിവരങ്ങളെല്ലാം ശരിയാണെന്നും
അനധികൃതമായ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും എൻ ജ്വല്ലറിയിൽ നടക്കുന്നുണ്ടെന്നും ഒക്കെ ഉള്ളത് കണ്ടെത്തിക്കൊണ്ട് തന്നെ ഡേവിഡിനെയും അഭിയെയും നാഗേന്ദ്രയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നന്ദു. എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം തന്നെ പൂട്ടി സീൽ വെക്കുകയാണ് നന്ദു. അനന്തപുരി തറവാടിനും പോർത്തീസ് ജ്വല്ലറിക്കും ഒരു കോട്ടവും സംഭവിക്കാതെ ആദർശും അനിയും നന്ദുവും നയനയും കൂടി വീണ്ടും മോർത്തീസ് ജ്വല്ലറിയുടെയും അതുപോലെ അനന്തപുരി തറവാടിൻ്റെയും പേരും പെരുമയൊക്കെ ഉയർത്തിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്